In which language should I speak? Written by Arun Kamble. The poem contains 2 stanzas written in Marathi language. It is translated into English by Priya Adarkar. മറാത്തി റൈറ്ററായ അരുൺ കാംബ്ലെ മറാത്തി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഇൻ വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക്. 2 സ്റ്റാൻസാസ് അടങ്ങിയിട്ടുള്ള സിമ്പിൾ പോയമാണ്. പ്രിയ അഡാർക്കർ എന്ന റൈറ്ററാണ് ഈ കവിത ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അരുൺ കാംബ്ലെ ഒരു ദളിത് റൈറ്ററാണ്. ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദളിത് ലിറ്ററേച്ചർ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദളിറ്റ്സ് ലൈഫ്. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഒപ്രഷൻ, മാർജിനലൈസേഷൻ, പോവേർട്ടി, നെഗോസിയേഷൻ എൻജേർഡ് ബൈ ദ ദളിത് പീപ്പിൾ. മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ സുപ്പീരിയോറിറ്റിക്കെതിരെയുള്ള റെസിസ്റ്റൻസ് ആയി ദളിത് ലിറ്ററേച്ചറിനെ നമുക്ക് വായിക്കാം. സ്വന്തം ഐഡൻറ്റിറ്റി പ്രിസർവ് ചെയ്യാനും സ്വന്തം കൾച്ചർ പ്രിസർവ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം പോലും ഈ സബാൾട്ടൺ പീപ്പിളിന് ഉണ്ടായിരുന്നില്ല. അവരുടെ ലാംഗ്വേജും കൾച്ചറും എല്ലാം ഇൻഫ്യൂറൈസ് ചെയ്തിരുന്നു അപ്പർ ക്ലാസ് സൊസൈറ്റി. ഒരു ദളിത് ബോയ് എന്ന നിലയിൽ അരുൺ കാംബ്ലെക്ക് തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളിൽ ഒരു അനുഭവമാണ് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ മാതിരി 2 സ്റ്റാൻസയായിട്ടാണ് കവിത എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ കവിയും തൻ്റെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ്, അതായത് ബോയ്ഹുഡിലുള്ള കവിയും തൻ്റെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യത്തെ സ്റ്റാൻസ. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പോയറ്റും തൻ്റെ ബ്രാഹ്മിൻ ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നടക്കുന്നത്. പിന്നെ ഈ കവിത എൻഡ് ചെയ്യുന്നത് യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്ന ഒരു ചോദ്യം സമൂഹത്തിനെതിരെ ചോദിച്ചുകൊണ്ടാണ്. സോ നമുക്ക് ലൈൻസിലോട്ട് കടക്കാം. ഇൻ വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക്? Chewing trotters in the badlands, my grandpa, the permanent resident of my body, the household of tradition, heaped on his back, hollers at me. You, oh son, talk like we do. Talk, I tell you. Chewing trotters. Trotters means pig's legs used as food. കവിയുടെ ഗ്രാൻഡ് പ ബാഡ്ലാൻഡ്സിൽ ഇരുന്നു കൊണ്ട് ട്രോട്ടേഴ്സ് കഴിക്കുകയാണ്, പിഗിൻ്റെ ലെഗ്സ് കഴിക്കുകയാണ്. ഇവിടെ ബാഡ്ലാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഫാമിംഗ് ലാൻഡിൽ വിളവുകളൊന്നുമില്ല, സമൃദ്ധിയില്ല, ദാരിദ്ര്യമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. കൃഷിയെല്ലാം നശിച്ചു പോയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര വിളവുകളൊന്നും ലഭിച്ചില്ല. ട്രോട്ടേഴ്സ് എന്നത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാണ്, അതുകൊണ്ട് തന്നെ ട്രോട്ടേഴ്സ് കഴിച്ചാണ് അവർ വിശപ്പകറ്റിയിരുന്നത്. ഗ്രാൻഡ് പ ബാഡ്ലാൻഡിൽ ഇരിക്കുന്നു എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് അവരുടെ കുടുംബം പോവർട്ടിയിലാണ് എന്നതാണ്, അവർ കഷ്ടതയിലാണ് ജീവിക്കുന്നത് എന്നതാണ്. സോ കവിത തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രോട്ടേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കവിയുടെ ഗ്രാൻഡ് പേയാണ്. തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വഴക്കു പറയുകയും തൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നതും ഗ്രാൻഡ് പേ ആയിരുന്നുവെന്ന് കവി പറയുന്നുണ്ട്. ഗ്രാൻഡ് പേയുടെ ഫിസിക്കൽ അപ്പിയറൻസും കവിയുടെ വിവരിക്കുന്നു. ഗ്രാൻഡ് പേയുടെ ബാക്ക് ബെൻഡ് ചെയ്തിട്ടുണ്ട്, വളഞ്ഞിരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. കാലങ്ങളായി പേറുന്ന ട്രഡീഷൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഗ്രാൻഡ് പേയുടെ ബാക്ക് ബെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് കവി പറയുന്നു. അതായത് കവിയുടേതൊരു ദളിത് കുടുംബമാണ്. അവർ സമൂഹത്തിൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത് തുടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായി ആൻസസ്റ്റേഴ്സ് പാലിച്ചു വന്ന ചട്ടങ്ങൾ ഗ്രാൻഡ് പേയും കർശനമായി പാലിച്ചു പോരുന്നു. സോ ആ ട്രഡീഷൻ ചുമക്കുന്നത് കൊണ്ടാണ് ഗ്രാൻഡ് പേയുടെ ബാക്ക് ഇത്ര വളഞ്ഞിരിക്കുന്നത്, ഇത്ര ബെൻഡ് ചെയ്തതെന്ന് കവി ഹാസ്യരൂപേണ പറയുകയാണ്. കൂടാതെ ജനറേഷൻസ് ആയി ലോവർ കാസ്റ്റ് പീപ്പിൾ അവർ നേരിടുന്ന ഡിസ്ക്രിമിനേഷനെതിരെ മൗനം പാലിക്കാൻ ശീലിച്ചിരുന്നു.
ആ ഒപ്രഷൻ്റെ ഭാരം ചുമന്നത് കൊണ്ടാകാം ഗ്രാൻഡ്പയുടെ ബാക്ക് ഇത്രയും വളഞ്ഞിരിക്കുന്നതെന്ന് കവി സൂചിപ്പിക്കുന്നുണ്ട്. ഗ്രാൻഡ്പ കവിയെ വഴക്കു പറയുകയാണ്. ഇങ്ങനെയാണ് വഴക്ക് പറയുന്നത്. യു വോർ സൺ ടോക്ക് ലൈക്ക് വി ഡു ടോക്ക് ഐ ടെൽ യു. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു ഗ്രാൻഡ്പ ട്രഡീഷണൽ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജായ മറാത്തി ലാംഗ്വേജിൽ തന്നെ സംസാരിക്കണം എന്നത് ഗ്രാൻഡ്പയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ട്, അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗവുമാണത്. അതുകൊണ്ട് തന്നെ പോയറ്റ് അപ്പർ ക്ലാസ് പീപ്പിൾ സംസാരിക്കുന്ന ലാംഗ്വേജായ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൽ സംസാരിച്ചപ്പോൾ ഗ്രാൻഡ്പ കവിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയും സ്വന്തം ലാംഗ്വേജിൽ സംസാരിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. പിക്കിംഗ് ത്രൂ ദ വേദാസ് ഹിസ് ടോപ്പ് നോട്ട് വെൽ ഓയിൽഡ് വിത്ത് ഗീ മൈ ബ്രാഹ്മിൻ ടീച്ചർ ടെൽസ് മീ യു ഇഡിയറ്റ് യൂസ് ദ ലാംഗ്വേജ് കറക്റ്റ്ലി. എന്നാൽ വിദ്യാലയത്തിൽ വേദങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ അയാളൊരു ബ്രാഹ്മിൺ ആയിരുന്നു. ആ അധ്യാപകൻ തലയിൽ തൻ്റെ മുടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ മുടിയിൽ നിന്നും നെയ്യിൻ്റെ ഗന്ധം വരുന്നുണ്ടായിരുന്നു എന്നാണ് കവി പറയുന്നത്. അതായത് ഉയർന്ന കാസ്റ്റിൽപ്പെട്ട ആ അധ്യാപകൻ തൻ്റെ തലമുടി നെയ്യിൽ മിനുക്കിയിട്ടാണ് കെട്ടിവെച്ചിട്ടുള്ളത്. നമ്മൾ തൊട്ടു മുമ്പത്തെ സ്റ്റാൻസയിൽ പറഞ്ഞു ദാരിദ്ര്യത്തിൽ കഴിക്കാൻ നല്ല ഭക്ഷണം ലഭിക്കാത്ത ലോവർ കാസ്റ്റ് കുടുംബത്തിനെ കുറിച്ച്. എന്നാൽ ഇവിടെ ഉയർന്ന കാസ്റ്റിലുള്ളവർ അതേസമയം തലമുടി പോലും നെയ്യിൽ മിനുക്കി വെച്ചിരിക്കുകയാണ്. മൈ ബ്രാഹ്മിൻ ടീച്ചർ ടെൽസ് മീ യു ഇഡിയറ്റ് യൂസ് ദ ലാംഗ്വേജ് കറക്റ്റ്ലി. ആ അധ്യാപകൻ നമ്മുടെ കവിയുടെ അടുത്ത് എന്താണ് പറയുന്നത്? യു ഇഡിയറ്റ് യൂസ് ദ ലാംഗ്വേജ് കറക്റ്റ്ലി. കവിയോട് തൻ്റെ അധ്യാപകൻ പറയുന്നത് സംസ്കൃതത്തിൽ സംസാരിക്കൂ എന്നാണ്. മറാത്തി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഉയർന്ന ജാതിക്കാരനായ അധ്യാപകനിൽ നിന്നും സാൻസ്ക്രിറ്റിൽ സംസാരിക്കുമ്പോൾ തൻ്റെ ആൻസസ്റ്ററിൽ നിന്നും കവിക്ക് വഴക്ക് കേൾക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ കവി അടുത്ത ലൈൻസിൽ ചോദിക്കുകയാണ്, Now I ask you, which language should I speak? Now I ask you, which language I should speak? ഞാൻ ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കേണ്ടത് എന്ന ചോദ്യത്തോടു കൂടിയിട്ടാണ് കവിത അവസാനിക്കുന്നത്. ഈ ഒരു കവിതയിലൂടെ കവി തുറന്നു കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സോ കോൾഡ് അപ്പർ ക്ലാസ് പീപ്പിൾ അവർ ദളിറ്റ്സിനെ അൺസിവിലൈസ്ഡ് പീപ്പിളായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ സംസ്കാരത്തെയും ഭാഷയെയും അൺസിവിലൈസ്ഡ് ആയിരുന്നു മെയിൻ സ്ട്രീം സൊസൈറ്റി കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈവൻ ദയർ നോളജ് ഈസ് കൺസിഡേർഡ് ആസ് ഇൻഫീരിയർ ആൻഡ് അൺസിവിലൈസ്ഡ്. എന്നാൽ ദളിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കസ്റ്റംസ്, അവരുടെ ലാംഗ്വേജ് എല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദളിറ്റ്സിൻ്റെ കൾച്ചർ ഫോളോ ചെയ്യുമ്പോഴാണ് അവരുടെ ട്രൈബും അതിൻ്റെ തനിമയും നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദളിത് ആൻസസ്റ്റേഴ്സ് അടുത്ത തലമുറകളെ അവരുടെ ഭാഷ സംസാരിക്കാനും അവരുടെ ഇൻഡിജിനസ് കൾച്ചർ ഫോളോ ചെയ്യാനുമാണ് അഡ്വൈസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ കവിതയിൽ കവിയുടെ ഗ്രാൻഡ്പയും ചെയ്യുന്നത്. ദളിത് ട്രഡീഷൻസ് ഫോളോ ചെയ്യാനായിട്ട് കമ്മിങ് ജനറേഷനിലുള്ളവരെ പ്രേരിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ റേസ് നിലനിർത്താൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കവിതയിലും പോയറ്റിൻ്റെ ഗ്രാൻഡ്പ പോയറ്റിനെ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കാൻ അഡ്വൈസ് ചെയ്യുകയാണ്. എന്നാൽ അതേസമയം മെയിൻ സ്ട്രീം സൊസൈറ്റി ദളിറ്റ്സിനെ റിഡിക്യൂൾ ചെയ്യുകയാണ്. ദളിറ്റ്സ് അവരുടെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ അവരെ ചീത്ത പറയുകയും നല്ല രീതിയിൽ സംസാരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. മെയിൻ സ്ട്രീം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദളിറ്റ്സിൻ്റെ ലാംഗ്വേജ് ഇൻഫീരിയർ ആണ്, അതൊരു വൾഗറാണ്. ഈ കവിതയിലെ ടീച്ചർ ബ്രാഹ്മിൺ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാൻസ്ക്രിറ്റ് ആണ്
വെൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ അവർ ആ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കാനായി ദളിറ്റ്സിനോടും ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ട്രൈബൽ ലാംഗ്വേജിൽ സംസാരിച്ചതിൻ്റെ പേരിൽ അൺസിവിലൈസ്ഡായി മാറുകയും അതേസമയം ട്രൈബൽ ലാംഗ്വേജിൽ സംസാരിക്കാതെ സാൻസ്ക്രിറ്റ് സംസാരിച്ചതുകൊണ്ട് നിഷേധിയാകുകയും ചെയ്യുകയാണ് പോയറ്റ്. അതുകൊണ്ട് തന്നെ കവി കവിതയുടെ അവസാനം റീഡേഴ്സിനോട് ചോദിക്കുകയാണ്, ഇൻ വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക്? ഏത് ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്ന് കവി വായനക്കാരോട് ചോദിക്കുന്നു. സ്വന്തം ട്രൈബൽ ഐഡൻറ്റിറ്റി നിലനിർത്താൻ കവിക്ക് സാധിക്കുന്നില്ല ഇവിടെ. അതേസമയം സ്വന്തം കൾച്ചർ സ്വയം ഇൻഫീരിയർ ആയി പരിഗണിച്ചുകൊണ്ട് സുപ്പീരിയർ കൾച്ചറിൻ്റെ സുപ്പീരിയർ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കവിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏത് ലാംഗ്വേജിലാണ് താൻ സംസാരിക്കേണ്ടത് അത് തീരുമാനിക്കാനുള്ള റൈറ്റ് പോലും ദളിതായ കവിക്കില്ല. ലാംഗ്വേജ് മാത്രമല്ല, ദളിറ്റ്സിൻ്റെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സുപ്പീരിയർ പവേഴ്സ് ആണ് എന്നുള്ളതും ഇൻഡയറക്റ്റ്ലി ഇവിടെ റിഫ്ലക്റ്റഡ് ആണ്.